ഹലോ, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, നമുക്കിന്ന് നോക്കാം നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ആദ്യം നിങ്ങളുടെ എനർജിയാണ് നോക്കുന്നത്. ചെറിയ റീഡിംഗ് ആയിട്ടാണ് എടുക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എടുക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നോക്കാം. നിങ്ങളുടെ എനർജിയാണ് ആദ്യം നോക്കുന്നത്. ഇത് രണ്ടാമത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഫസ്റ്റ് എനർജി നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് 6 of Wands ആണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇന്ന ദിവസം നിങ്ങളുടെ ലൈഫിൽ 6 of Wands എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 6 of Wands വന്നിരിക്കുന്നത്? 5 of Pentacles. നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു വിജയം ലഭിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് കുറച്ച് പണം, കിട്ടാതിരുന്ന പണം നിങ്ങളിലേക്ക് വന്നു ചേർന്നതായിട്ട് കാണുന്നു. ഓക്കെ, സണ്ണിൻ്റെ കാർഡാണ്. നിങ്ങൾ ഒരുപാട് അതിൻ്റെ പിറകെ നടന്നതായിരിക്കാം. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ കിട്ടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്ന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഈ അടുത്ത ദിവസത്തിനകം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സണ്ണിൻ്റെ കാർഡാണ് കാണിച്ചിരിക്കുന്നത്. ചില ആപ്ലിക്കേഷൻ നിങ്ങൾ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കുറേ നാളായിട്ട് നിങ്ങൾ നടന്നിട്ടും നിരാശയാണ് എങ്കിൽ അതിനൊരു വിജയം കാണുന്നു. ഒരു വിജയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നോ നാളെയോ അടുത്ത ദിവസങ്ങളിലായിട്ട്, തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ 3 of Cups വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 3 of Cups വന്നിരിക്കുന്നത്? 3 of Cups തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായിട്ട് കുറച്ച് സന്തോഷിക്കുന്നതായിട്ട് കാണുന്നു. ഏതെങ്കിലും അമ്പലങ്ങളിലോ നിങ്ങളുടെ കുടുംബ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്ഥലത്ത് കുടുംബമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകളെല്ലാം കൂടി ചേർന്നിട്ട് നിങ്ങളെവിടെയൊക്കെ യാത്ര പോകുന്നതിനോ അല്ലെങ്കിൽ സന്തോഷിക്കുന്നതിനോ കാരണമാകുന്നു. നിങ്ങളുടെ കൂട്ടുകാരികളുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിനടുത്തുള്ള ആൾക്കാരുടെയൊക്കെ വിവാഹ ചടങ്ങുകൾ പോലെയുള്ള എന്തെങ്കിലും സെലിബ്രേഷനുകളിൽ നിങ്ങൾ ഒത്തുചേരുന്നതായിട്ട് കാണുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. ചിലപ്പോൾ ഇന്നത്തെ എനർജി ആയിരിക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് നടക്കുന്നതായിട്ടുള്ള എനർജിയും ആയിരിക്കാം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കാണുന്നത്. ഒരു സന്തോഷം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വിജയങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. പേജ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണോ അഫർമേഷൻ ചെയ്തത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരു മെസ്സേജ് കാണുന്നുണ്ട്. 7 of Pentacles. നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേർന്നതായിട്ട് കാണുന്നു. ഒരുപക്ഷെ മെസ്സേജ് ആയിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയുടെ മെസ്സേജോ കോളോ നിങ്ങളിലേക്ക് വന്നതായി കാണുന്നു. അതല്ലെങ്കിൽ ഉടനെ വരാൻ പോകുന്നു. ഓക്കെ, അഫർമേഷൻ ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നതായിട്ടുള്ള എനർജിയാണ്. സണ്ണിൻ്റെ കാർഡാണ്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങൾ വന്നു ചേരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൂടുതലായിട്ട് അഫർമേഷൻ ചെയ്യുക. അത് നിങ്ങളുടെ ലൈഫിൽ വരും. സാമ്പത്തികമായിട്ടും വിജയമായിട്ടും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു ഡെത്ത് ആൻഡ് റീബർത്താണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത്
എന്തോ ഒന്ന് അവസാനിച്ചിരിക്കുകയാണ് അവരുടെ ലൈഫിൽ. ഓക്കെ, എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു റീബർത്ത്, 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ, ചില ബ്ലാക്ക് എനർജി അവരെ ചുറ്റി വരിഞ്ഞ് നിന്നിരുന്നെങ്കിൽ അതെല്ലാം അവസാനിച്ചിട്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ചെന്ന് ചേരുവാൻ തക്കവണ്ണം ഒരു എനർജി, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ലഭിച്ചിരിക്കുകയാണ്. ഒരു ന്യൂ ബിഗിനിങ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിലും ഒരു വിജയം, സന്തോഷമൊക്കെ കാണുന്നുണ്ട്. ചില വ്യക്തികൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നത്. എല്ലാവർക്കുമല്ല, ചില വ്യക്തികൾക്ക് മാത്രം. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. ആ ചില വ്യക്തികളിൽ നിങ്ങളുള്ളതായിട്ട് നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ ക്യൂൻ ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയുമായിട്ട് ചില ദേഷ്യങ്ങളും വഴക്കുകളും കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ കാർഡ് 3 ഓഫ് കപ്പിന് നേരെയായിട്ടാണ് ക്യൂൻ ഓഫ് സോഡും ക്യൂൻ ഓഫ് വാൻഡ്സും വന്നിരിക്കുന്നത്. നിങ്ങളെ പ്രതി, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പ്രതി ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ക്യൂൻ ഓഫ് വാൻഡ്സും ക്യൂൻ ഓഫ് സോഡും വന്ന്, അതുപോലെ തന്നെ എംബ്രറും വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി, അത് തേർഡ് പാർട്ടി ആകുമ്പോഴത്തേക്ക് പാരൻസ് ആകാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ലവ് തേർഡ് പാർട്ടി ആകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അവർ നല്ല രീതിയിൽ മൂന്നാമതൊരു വ്യക്തിയെ ചൊല്ലി, ഒന്നുകിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളെ ചൊല്ലി, നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയുടെ ലൈഫിലുള്ള ഏതെങ്കിലും വ്യക്തികളെ ചൊല്ലിയിട്ടായിരിക്കാം നല്ല രീതിയിൽ വഴക്ക് സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. വളരെ ദേഷ്യപ്പെട്ട അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങൾ അവരുടെ മുന്നിൽ പോയി ഇപ്പോൾ കോൾ മെസ്സേജ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ സ്ത്രീ ആണെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു സ്ട്രെങ്ത് എടുത്തിരിക്കുകയാണ്. ജോലി സംബന്ധമായിട്ടാണെങ്കിലും കുറച്ച് സ്ട്രെങ്ത് എടുത്തിരിക്കുകയാണ്. ചില വ്യക്തികളുമായിട്ട് ചില വാക്ക് തർക്കങ്ങൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങളുമായിട്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ജോലി സ്ഥലങ്ങളിലായിരിക്കും ചില വാക്ക് തർക്കങ്ങളും കുറച്ച് വഴക്കായിട്ടാണ് കാണുന്നത്. വീണ്ടും ദേഷ്യത്തിൻ്റെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇത് എംബ്രറാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏസ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ്ങിനെ ചൊല്ലിയാണ്. ഒന്നുകിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി യുടെ ലൈഫിൽ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ട്, ലൈഫിലേക്ക് ആരോ കടന്നു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് ആരെങ്കിലും കടന്നു വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ വഴക്ക്. ഓക്കെ, അഗ്രസീവായിട്ടുള്ള എനർജിയാണ്. ജോലി സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടോ പുരുഷനെയും കാണിക്കുന്നുണ്ട്, സ്ത്രീയെയും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ സ്ത്രീ ആയാലും പുരുഷനായാലും ഇവിടെ നല്ല രീതിയിൽ ഒരു വാക്ക് തർക്കങ്ങൾക്കുള്ള എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് എല്ലാം പോസിറ്റീവാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് സമയം അത്ര നല്ല എനർജിയിൽ കൂടിയല്ല കടന്നു പോകുന്നത്. മറ്റുള്ളവരുമായിട്ട് ചില വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും മടിയും വഴക്കും മാനസിക സംഘർഷങ്ങളിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചിലപ്പം അതിൻ്റെ എഫക്റ്റ് ചിലപ്പോൾ നിങ്ങളോടും കാണിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗ്രോത്തൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ പേഴ്സണ് ഉണ്ടാകുന്ന ആ ഒരു ഇറിറ്റേഷൻ ആയിരിക്കാം. നിങ്ങളിപ്പം ചേസ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ ഓറ ശക്തിയെ നിങ്ങൾ പിൻവലിച്ചിരിക്കുകയാണ്, നിങ്ങൾ വലിച്ചു മാറ്റിയിരിക്കുകയാണ്. അത് കാരണം നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും സക്സസ് ആവുന്നില്ല. എല്ലാം ബഹളങ്ങളും വഴക്കുകളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ചില രാഷ്ട്രീയക്കാരെ കാണിക്കുന്നുണ്ട്. ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ, വഴക്കുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെയും വ്യൂസിൻ്റെ പേഴ്സൻ്റെയും
റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് എനർജിയിൽ കൂടിയാണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണ് ഈ ഒരു സമയത്ത് എന്ത് ഫീലിങ്സ് ആണ് ഉള്ളത്? എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണ് ഇപ്പോൾ ഈ ഒരു സമയത്ത്, ഞാൻ ഈ കാർഡ് ഷഫിൾ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു സമയം എൻ്റെ വ്യൂസ് ആലോചിക്കുന്ന സമയത്ത് എന്ത് ഫീലിങ്സ് ആണ് വ്യൂസിൻ്റെ പേഴ്സണ് ഉള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ട്രൂ ഫീലിങ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഫീലിങ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്? വ്യൂസിൻ്റെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്ത് ഫീലിങ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്? നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് പ്രണയം തോന്നുന്നു, വിഷമങ്ങൾ തോന്നുന്നു. നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കിയതിൽ വേദനയുണ്ട്. പഴയ കാര്യങ്ങൾ, നിങ്ങൾ ഒരുമിച്ച് നിന്നിരുന്ന ആ പഴയ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുകയാണ്. മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ, ഇനി അങ്ങനെ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമോ എന്ന് നിങ്ങളെ ഓർത്ത് ഒരുപാട് വേദനിക്കുന്നതായിട്ടുള്ള അവസ്ഥയാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്ന ഏത് സിറ്റുവേഷനാണ് ആ സിറ്റുവേഷൻ അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. മാനസിക പ്രശ്നങ്ങൾ, വഴക്കുകളായിട്ടാണ് തോന്നുന്നത്. നിങ്ങളുടെ ഓറ പവർ മാറിയതോടുകൂടി നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനാണോ അവിടെ അവർക്ക് ഒന്നും ശരിയാവാത്തത് കൊണ്ട് അവിടെ ഓട്ടോമാറ്റിക്കലി ദേഷ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് നേരിൽ കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ വന്ന് കാണുമ്പോഴത്തേക്ക് ദേഷ്യപ്പെടുമെങ്കിലും നിങ്ങളെ ഒരു നോക്ക് കണ്ടാൽ മതി. അവർക്ക് വഴക്കിടാനാണെങ്കിലും ഒരു നോക്ക് കണ്ടാൽ മതി എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 3 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. പേജ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് വാൻസ് നിങ്ങളിലേക്ക് നോക്കുന്നുണ്ട്. നിങ്ങളിൽ ചില വ്യക്തികൾ തേർഡ് പാർട്ടി സിറ്റുവേഷന്, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ ആ തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞതെല്ലാം സത്യമാണോ? ആരെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വാച്ച് ചെയ്യുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ലൈഫിലും ആരെങ്കിലും ഉണ്ടോ, നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊക്കെ ഓർത്തിട്ട്, അഥവാ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജോ കോളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നറിഞ്ഞിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനും കൂടി ഒന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിയോടൊപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ്? ഈ എനർജിയെ ബേസ് ചെയ്ത് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഫീലിങ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു ഫീലിങ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ദേഷ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു, ആദ്യത്തെ എനർജിയിൽ മൊത്തവും പെട്ടെന്ന് എല്ലാവരോടും ദേഷ്യപ്പെടുന്നതായിട്ടുള്ള അവസ്ഥയാണ്. കാരണം അവരുടെ മനസ്സിപ്പോൾ ശരിയല്ല. പുറമേ കരയാൻ കഴിയാത്തത് കൊണ്ട് അത് ദേഷ്യമായിട്ടൊക്കെ പുറത്ത് വരികയാണ്. ഓക്കെ, അവർ ചെയ്തത് ചെന്ന് ചേർന്നിടത്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. അവർ നല്ലതെന്നും പറഞ്ഞ് ചെന്ന് എടുത്തത് പ്രശ്നമായി തീർന്നു. ഓക്കെ, തേർഡ് പാർട്ടിയോട് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അവിടെ റിജക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഓഫറൊക്കെ കൊടുക്കുന്നു, തേർഡ് പാർട്ടി ഓഫർ കൊടുക്കുന്നുണ്ട്, അതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അവർ കൂടി ചിലപ്പം തേർഡ് പാർട്ടി കൂടെ ഉണ്ടായിരിക്കുമെങ്കിലും തേർഡ് പാർട്ടിയിലേക്ക് വലിയ വാല്യൂ ഒന്നും കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 4 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് 4 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ബേർഡനാണ്, 10 ഓഫ് വാൻസ് ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ടെൻഷനാണ്. ആ ഒരു റിലേഷൻ, തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ്റെ ബേസിലാണ് ഇപ്പോൾ മാനസിക പ്രശ്നങ്ങളായിട്ട് ദേഷ്യമായിട്ട് പുറത്തോട്ട് വരുന്നത്. ഓക്കെ, അവിടെ വഴക്ക് തന്നെയാണ് നടക്കുന്നത്.
എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് വാൺസ് വന്നിരിക്കുന്നത്? തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഉള്ള എനർജിയിൽ എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് വാൺസ് വന്നിരിക്കുന്നത്? ഡബിൾ എനർജിയാണ്. ഡബിൾ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സണെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. തേർഡ് പാർട്ടി പിടിച്ചു നിർത്തിയിരിക്കുന്നത് ചില അട്രാക്ഷൻ അല്ലെങ്കിൽ ചില മൈൻഡ് ഗെയിം ചെയ്തിട്ടാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ചില ഡബിളിൻ്റെ എനർജിയിൽ കൂടിയാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അടിമയാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അഡിക്ഷനുകൾ കൊടുത്തു. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കൂടുതൽ ഇഷ്ടമുള്ള എന്താണോ, ചില ലഹരി ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സെക്ഷലായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഡബിൾ എനർജിയിൽ, ബ്ലാക്ക് എനർജിയിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്നുള്ളതല്ലാണ്ട് നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ടേക്ക് നിങ്ങളുടെ തേർഡ് പാർട്ടിയോട് യാതൊരു താല്പര്യവുമില്ല. ഡബിൾ എനർജിയിൽ, ഒരു ബ്ലാക്ക് എനർജിയിൽ, ഇവിടെ ഒരു കരിമ്പൂച്ചയെ കണ്ടിരുന്നല്ലോ, ഈ ഒരു ബ്ലാക്ക് എനർജിയിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്നുള്ളതല്ലാണ്ട് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ ഇൻട്രസ്റ്റ് അല്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഓർമ്മയിലാണ് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് വരണം, നിങ്ങളുമായിട്ട് ഒന്നിച്ച് നിന്നിരുന്ന ദിവസങ്ങളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഫർമേഷൻ ചെയ്യുക, നിങ്ങളിലേക്ക് കടന്നു വരും. തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ എന്നും കൂടി നോക്കാം. പലരുടെയും ക്വസ്റ്റ്യനാണ് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ, തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ എന്നുള്ളത്. അപ്പോൾ 2 തേർഡ് പാർട്ടിയെ എടുക്കാം. ഫാമിലി തേർഡ് പാർട്ടിയും ഉണ്ട്, ലവ് തേർഡ് പാർട്ടിയും ഉണ്ട്. അപ്പോൾ നിങ്ങളിതിലൊന്ന് ചൂസ് ചെയ്യേണ്ടതാണ്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ആദ്യം ലവ് തേർഡ് പാർട്ടിയാണ് എടുക്കുന്നത്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ലവ് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ലവ് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ലവ് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിന് വേണ്ടിയിട്ട് കാർഡിനെയും എന്നെയും സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇത് ലവ് തേർഡ് പാർട്ടിക്ക്, ഇത് വൈഫ് ആൻഡ് ഹസ്ബൻഡ് തേർഡ് പാർട്ടിക്ക്, ഇത് പാരൻസ്, മറ്റാരെങ്കിലും ഫ്രണ്ട്സ്, പാരൻസ്, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള തേർഡ് പാർട്ടി. ഓക്കെ, അപ്പം അവരൊഴിഞ്ഞു പോകുമോ? നിങ്ങളെ ശല്യം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുമോ? അതിൽ നിന്നെല്ലാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റായി വരുമോ എന്നുള്ള ചോദ്യമാണ്. 1, 2, 3 നിങ്ങളൊരെണ്ണം സെലക്ട് ചെയ്യുക. നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ്, തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകും. ഓക്കെ, ലവ് തേർഡ് പാർട്ടിക്ക് ടവറാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വന്നിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ വരും. നിങ്ങളുടെ അഫർമേഷൻ ഫലിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചത് ഫലിച്ചുകൊണ്ടിരിക്കുന്നു. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഏതെങ്കിലും രീതിയിൽ സ്ഥാനങ്ങളോ മാനങ്ങളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിലം പതിക്കാൻ പോകുന്നു. എന്ത് വിശ്വാസത്തിലാണോ നിങ്ങളുടെ തേർഡ് പാർട്ടി ഈ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കെട്ടി ഉയർത്തിയത്, അതിന് തീ പിടിക്കാൻ പോകുന്നു. യൂണിവേഴ്സിൽ നിന്നുള്ള അഗ്നിയാണ് വരാൻ പോകുന്നത്. രണ്ടുപേരും 2 രീതിയിൽ 2 സ്ഥലത്തേക്കായിട്ട് തള്ളപ്പെടാൻ പോവുകയാണ്. ഓക്കെ, ഒരു ബ്ലാക്ക് എനർജി, അവർക്ക് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ സഹായിക്കാൻ പോലും ആരുമില്ലാത്ത രീതിയിൽ വളരെ വലിയൊരു പ്രശ്നമാണ് അവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. പരസ്പരം 2 പേരും നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ടാകാൻ പോകുന്നുണ്ട്. ഓക്കെ, അടുത്തത് നോക്കട്ടെ. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് തേർഡ് പാർട്ടി. അവരൊഴിഞ്ഞു പോകുമോ എന്ന്? ഇല്ല. ഓക്കെ, അവരെന്തായാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ്, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ എന്തായാലും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരിക്കലും ഒഴിഞ്ഞു പോകത്തില്ല. അതൊഴിഞ്ഞു പോകാനും നിങ്ങൾ ആഗ്രഹിക്കരുത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എപ്പോഴും ഒന്നായിട്ടിരിക്കട്ടെ എന്ന് തന്നെ നിങ്ങളും പ്രാർത്ഥിക്കുക. നിങ്ങളോട് മിണ്ടുന്നതും കോൾ ചെയ്യുന്നതും നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് എടുക്കാവുന്നതാണ്. പക്ഷേ അവരുടെ റിലേഷനെ തകർക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത്. ഓക്കെ, അടുത്തത് സുഹൃത്തുക്കൾ, പാരൻസ്, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളെല്ലാം വിട്ട് വരുമോ എന്നുള്ളതാണ്. വാൺസാണ് വന്നിരിക്കുന്നത്. ഇവിടെ പേരൻസ് ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നില്ല, പക്ഷേ നിങ്ങൾക്കൊരു വിജയം ലഭിക്കും. ഓക്കെ, സുഹൃത്തുക്കളാണെങ്കിലും ശരി തന്നെ, പേരൻസ് ആണെങ്കിലും ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നില്ല, പക്ഷേ ഒരു വിജയം കാണുന്നുണ്ട്. 3 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. 3 ഓഫ് കപ്പ് ആകുമ്പോൾ തേർഡ് പാർട്ടി കൂടെ നിന്നിട്ട് തേർഡ് പാർട്ടിയോട് സമ്മതത്തോടു കൂടി, തേർഡ് പാർട്ടി എന്ന് പറയുമ്പം പാരൻസ്, സുഹൃത്തുക്കളോ ആരെങ്കിലും ആയിരിക്കും, അവരുടെ സമ്മതത്തോടു കൂടി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ
കടന്നു വരുന്നതാണ്. ഇതിലിപ്പം ലവ് തേർഡ് പാർട്ടി മാത്രമാണ് ടവർ അടിച്ച് പോകുന്നത്. ലവ് തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരത്തില്ല. പിന്നെ ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉള്ളവർ അവരുടെ റിലേഷൻഷിപ്പിൽ യാതൊരു കോട്ടവും സംഭവിക്കുന്നത് കാണുന്നില്ല. പക്ഷേ നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ്ങിന് സാധ്യത ഉണ്ട്. നിങ്ങൾക്ക് കോൾ മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് എയ്സ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് എയ്സ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? 9 ഓഫ് സോഡ്. നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു കോളോ മെസ്സേജോ ഒന്നും ഇല്ലാതെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിരുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് കോള് മെസ്സേജ് കാണുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടിയെ വിട്ടു വരത്തില്ല. തേർഡ് പാർട്ടി ഹസ്ബൻഡ് വൈഫാണെങ്കിൽ വിട്ടു വരത്തില്ല. ഓക്കെ. പേരൻസിൻ്റെ അടുത്താണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടിയുടെ സമ്മതത്തോടു കൂടി നിങ്ങൾക്കൊരു വിജയം കാണുന്നുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.